ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നല്ല രീതിക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ ഐനൂസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ പോയി നഴ്സറിയിൽ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവളെ വിളിച്ചിട്ട് വന്നിട്ട് ഞാനത് മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കി കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വൈകുന്നേരത്തേക്ക് ചായക്ക് നമുക്ക് ചീസി മാഗി ആക്കിയാലോ എന്ന് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് ചീസ് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഒരു വീഡിയോ കാണുന്നത്, അപ്പോൾ ആ ഒരു ചീസി മാഗി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചീസി മാഗി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണമാണ്. പാളിപ്പോകുമെന്ന് എനിക്കറിയില്ല. ചിലവർക്ക് ഈ ടേസ്റ്റൊക്കെ പിടിക്കും. എനിക്ക് ഒരുവിധപ്പെട്ട ടേസ്റ്റ് ഒന്നും പിടിക്കാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മുടെ മാഗി ഒരു ഇപ്പിയല്ല കേട്ടോ വാങ്ങിച്ചത്, സാധാരണ മാഗിയാണ് വാങ്ങിച്ചത്. അത് ദേ പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ ഇരുന്ന് ആകുമ്പോഴത്തേക്കും ഇതാ ചായ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചീസി മാഗി അങ്ങനെ കുളമായാൽ ചായയും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചീസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസി കുറച്ച് ക്രീമി ആണല്ലോ, അപ്പോൾ എരിവ് ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വെച്ചാൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിവിടെ ഉള്ളതുകൊണ്ടിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇതുപോലെ തന്നെ എന്തോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒറിഗാനോ ഒക്കെ. അപ്പോൾ കുറച്ചധികം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൂടെ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഇതെന്താ ഞാൻ കുറേ നാൾ മുന്നേ ഉണ്ടാക്കാത്തത് എന്നിട്ടാണ് ഞാൻ ആലോചിച്ചത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഈ ചീസി മാഗിയൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം. ഞാൻ നല്ല ചൂടോടെ തന്നെ കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കും കേട്ടോ. ചീസ് ഇട്ട് എല്ലാ ഒരു ഐറ്റവും നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ നല്ല ടേസ്റ്റോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐനൂസും ഫുള്ളാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് ചായ കുടിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഒരു മാഗി വാങ്ങിച്ചുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് വിശപ്പ് തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മിച്ചർ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ കുളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. അടിച്ചാലും തുടക്കലൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐനൂസിൻ്റെ വക കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെഡ്സെറ്റ് വെച്ചിട്ട് അവൾ സ്വയം ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് സ്വയമേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കും കുറച്ചേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ